അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിശ്വാസികളെ, ഇവിടെ പാണക്കാട് തങ്ങന്മാർ പാരമ്പര്യമായി ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ആദ്യമായി കാണുക ഇൻഷാ അല്ലാഹ്. രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് ആത്മീയ നേതാക്കൾ എന്ന നിലയിൽ എല്ലാവരുടെയും ആദരം പിടിച്ചു പറ്റുന്നുവെന്നതാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ പ്രധാന പ്രത്യേകത. ജനഹൃദയങ്ങളിൽ അവർക്കുള്ള സ്ഥാനത്തിന്റെ അടയാളം എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങളുടെ വീടുകളിൽ നേരിട്ട് കാണാം. ഞാൻ എല്ലാ ചൊവ്വാഴ്ച ഇവിടെ വന്നു പോകും. എല്ലാ ചൊവ്വാഴ്ച എനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് ഇവരെ ഇത് വാങ്ങിപ്പോകും. പക്ഷെ ഇന്ന് വരെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. പ്രസവം നിർത്തിയാണ് ഭാര്യൻ്റെ. 17 കൊല്ലം കഴിഞ്ഞിട്ട് തങ്ങളോട് പറഞ്ഞപ്പം തങ്ങളൊരു വെള്ളം മന്ത്രിച്ചു തന്നു. ആ സമയത്ത് ഗർഭിണിയായി. അപ്പോൾ 17 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് PPS ചെയ്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ ആ മാസം തന്നെ ഗർഭിണിയായി, അതിലൊരു കുട്ടി ജനിച്ചു. അപ്പോൾ അത് ഡോക്ടറോട് കാണിച്ചാലും പറഞ്ഞത് കയ്യും കാലും ഉണ്ടാവില്ല, വിഷമമായിരിക്കില്ല, ഇത്ര താമസിച്ച് വന്നു. അതും തങ്ങളോട് പറഞ്ഞാൽ അങ്ങനെ വിഷമം ഉണ്ടാവില്ല, അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് നിന്നു. ഞാൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉള്ള കാലത്ത് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. തങ്ങളെ ദുആയാണ് നമുക്ക് പ്രധാനമായിട്ടും. തങ്ങൾ ദുആ ചെയ്തു, അതിലൂടെ നമുക്ക് മനസ്സമാധാനം കിട്ടും. അവർ പ്രവാചക പരമ്പരയിൽപ്പെട്ട കണ്ണിയായതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിശ്വാസം നാം ഇന്നും മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. അവർ ദുആ ചെയ്താൽ നമുക്ക് ശിഫ നൽകും. കണ്ണിൽ കാൺമതിനപ്പുറമുള്ളൊരു ബ്രഹ്മാണ്ട പൊരുളായവനല്ല, ഉള്ളിൻ കണ്ണു തെളിക്കണമേ നീ എന്നും നേർവഴിയേ. ഇതൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാരമ്പര്യമാണ്. പിതാവ് മാത്രമല്ല, പിതാവിൻ്റെ പിതാവ്, അവരുടെ പിതാക്കന്മാർ, അവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും പുരോഗതിയൊന്നും ഇല്ലാത്തൊരു കാലമായിരിക്കുമല്ലോ. ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. വിശ്വസിക്കുന്നവർ ഇവിടെ വന്നിട്ട് അവരുടെ ആ വിശ്വാസം അനുസരിച്ച് അവർ സമാധാനത്തോടെ പോകും. പിന്നെ വിശ്വാസമില്ലാത്തവർ വിമർശിക്കുന്നുണ്ടാവും, ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല. പാണക്കാട് തങ്ങൾമാരെ നേരിട്ട് കണ്ട് സങ്കടം പറയാനും വിശേഷങ്ങൾക്ക് ക്ഷണിക്കാനും കുടുംബത്തിലെ സന്തോഷം പങ്കിടാനും നൂറുകണക്കിന് ആളുകളാണ് പാണക്കാട്ടെ ജനതാ ദർബാറിനെത്തുന്നത്. ഇത് കാലങ്ങളായി ഞങ്ങളുടെയൊക്കെ പിതാമഹനായിട്ടുള്ള PMSA പൂക്കോയ തങ്ങൾ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ള ഒരു സമ്പ്രദായം. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ, അതുപോലെ അസുഖമായിക്കൊണ്ട് മാനസിക സംഘർഷങ്ങൾ, മാനസിക രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ബാധിച്ചു വരുന്ന നിരവധി ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പം പാരമ്പര്യമായി അവർ ചെയ്തു വരുന്ന കാര്യങ്ങൾ, അപ്പോൾ ആത്മീയപരമായി ഞങ്ങളൊക്കെ ഇതൊരിക്കലും ഞങ്ങളുടെ കഴിവാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇതൊക്കെ ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ദൈവത്തിനോട് നമ്മൾ. പ്രിയമുള്ളവരെ, ഇവരാണ് പാണക്കാട് തങ്ങന്മാർ. പാരമ്പര്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവരുടെ വാപ്പ, അതുപോലെ അതിന് മുമ്പുള്ള എല്ലാ പാരമ്പര്യത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അവിടെ അവരെ വിശ്വസിച്ച് ജനങ്ങൾ വന്നെത്തുന്നു. അവരുടെ കാര്യങ്ങൾ എന്താണോ അതിനെ അവർ ചെയ്തു കൊടുക്കുന്നു, അതുപോലെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. അതുപോലും ബഹുമാനപ്പെട്ട തങ്ങന്മാർ അവർ അതിനെ അവകാശപ്പെടുന്നില്ല. ഇത് നമ്മുടെ കഴിവാണെന്ന് അവകാശപ്പെടുന്നില്ല. നമ്മളിത് പാരമ്പര്യമായി നമ്മുടെ വാപ്പ ഉപ്പാപ്പന്മാർ ചെയ്തു വരുന്ന കാര്യങ്ങളെ അതിനെ ഓർമ്മ വെച്ചും കൊണ്ട് ജനങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്നു. അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമാണ്. നമ്മുടെ കഴിവാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എന്നാണ് അവിടെ തങ്ങൾ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ വന്നവർക്ക് ഒരു മനസ്സ് സമാധാനം കിട്ടുന്നു. അതാണ് അല്ലാഹു തആലയോട് അവർ പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തങ്ങൾ പറയുന്നു, നമ്മൾ ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നു, എങ്കിലും നമ്മൾ അതിനെ വിശ്വാസമുള്ളവർ വരുന്നു, ആരെയും വരാൻ വേണ്ടി
നമ്മളായി പറയുന്നില്ല. അവരുടെ വിശ്വാസം, അവരാണ് വിശ്വാസത്തോടു കൂടി വരുന്നത്. വിമർശിക്കുന്നവർ അതിൻ്റെ വഴിക്ക് പോകട്ടെ, അതൊന്നും നമ്മൾ അതിനെ പ്രതികരിക്കാൻ ഒന്നുമില്ല എന്നാണ് തങ്ങൾ പറയുന്നത്. സഹോദരന്മാരെ, അതാണ് കാര്യം, അതാണ് വേണ്ടത്. നമ്മളാണ് എല്ലാം ചെയ്യുന്നത്, നമ്മളെ കൊണ്ടാണ് എന്ന് പറയുന്നവർ ഇക്കാലത്ത് ഉള്ളപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങന്മാർ പറയുന്നതും ചെയ്യുന്നതും നല്ല കാര്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ അവിടെ വരുന്നവർക്കും അതുകൊണ്ട് സമാധാനം കിട്ടുന്നു എന്നാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് വിശ്വാസം പുലർത്താൻ എല്ലാവർക്കും പടച്ച തമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.